ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പുമുളകും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഭവാനിയമ്മയും ലച്ചുവും തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ഭവാനിയമ്മ തന്നെ ജയിച്ചേ. എന്നിരുന്നാൽ കൂടിയും ഇപ്പൊ കാണാനൊരു ഓളമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ സിദ്ധുവും ലച്ചുവും തമ്മിലുള്ള ഒരു മാജിക്കൽ പെയർ കോംബോ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് കുറെ പ്രേക്ഷകരായി കമന്റ് ചെയ്തത്. സിദ്ധു തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിന് ഇപ്പോഴും ഒരു സംശയമാണ്. ഫ്ലവേഴ്സ് TV ഇപ്പോഴും അതിനെതിരെ പ്രതികരിച്ചിട്ടുമില്ല. സിദ്ധാർത്ഥിനെ ഉപ്പുമുളകിൽ നിന്ന് പുറത്താക്കി എന്നുള്ളൊരു അവരായിട്ട് അണിയറ പ്രവർത്തകരായിട്ട് ഒരു വാർത്ത ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിനർത്ഥം കുറച്ചൊക്കെ പ്രതീക്ഷ വെക്കാം എന്ന് തന്നെയാണ്. ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി കഴിയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു നമ്മുടെ സ്വന്തം സിദ്ധുവായിട്ട് തിരികെ ഉപ്പുമുളകിലേക്ക് വരും എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ്. പോരാത്തതിന് നമ്മുടെ പരമ്പരയിൽ, നമ്മുടെ സിറ്റ്കോം പരിപാടിയിൽ ഇതുവരെയും നമ്മുടെ സിദ്ധു തിരികെ ഗൾഫിൽ പോയെന്നോ അല്ലെങ്കിൽ സിദ്ധുവും ലച്ചും തമ്മിൽ പിരിഞ്ഞെന്നോ അങ്ങനെ ഒരു വാർത്തയും ഇതുവരെ അതിൽ പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുമില്ല. നമ്മുടെ സിദ്ധുവിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എന്തായാലും സിദ്ധു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരികെ വരുമ്പോൾ കുഴപ്പുളത്ത് പോയി തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ കഥ മുന്നോട്ട് പോകുമായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി സിദ്ധാർത്ഥനെ തന്നെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മുടെ ബാലു നമ്മുടെ ഉപ്പുമുളകും പാറമ്മയുടെ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ കൂടുതൽ കൂടുതൽ അടിപൊളിയായാന്. നമ്മുടെ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു കോംബോ അത് വേറെ വേറെ ലെവൽ തന്നെയായിരുന്നു അല്ലേ. അത് നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു പഴയ വിട്ടുപോയ ആൾക്കാരൊക്കെ തിരികെ നമ്മുടെ ഉപ്പുമുളകിലേക്ക് വന്ന് ഒരു പുതിയ സീസണായിട്ട് വീണ്ടും വരികയാണെങ്കിൽ അതിൽ പരം സന്തോഷം നമ്മൾ ഉപ്പുമുളകും പ്രേക്ഷകർക്ക് വേറെ കിട്ടാനില്ല അല്ലേ. എന്തായാലും ആ ഒരു എപ്പിസോഡ്സിനായിട്ട് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.